അരീക്കോട് SOG ക്യാമ്പിലെ കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. കൊണ്ടോട്ടി ഡിവൈഎസ്പി സേതുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് വീണ്ടും SOG ക്യാമ്പിലെത്തി വിശദമായ പരിശോധന നടത്തും. വിനീതിന്റെ ആത്മഹത്യയിൽ ആരോപണം നേരിടുന്ന SOG അസിസ്റ്റന്റ് കമാൻഡന്റ് KS അജിത്ത് ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരുമെന്ന് മലപ്പുറം SP പറഞ്ഞിരുന്നു. അതോടൊപ്പം വിനീത് അവസാനമായി സുഹൃത്തിന് അയച്ച സന്ദേശത്തിന്റെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇന്നലെ അജിത്ത് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായി മൊഴി നൽകിയെന്നാണ് വിവരം. അഷ്കർ അലി കരിമ്പ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി, വെരി ഗുഡ് മോർണിംഗ്. റിപ്പോർട്ടർ TV പുറത്തുവിട്ട തെളിവുകളിലൂടെയാണ് അന്വേഷണ സംഘം ആദ്യം സഞ്ചരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മൾ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്ത് അവിടെ ഈ സഹപ്രവർത്തകരെ പീഡിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ പല ആളുകളും പല ഘട്ടങ്ങളിലും ആ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു എന്നുകൂടി നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അന്വേഷണം നടക്കുന്നത്. വിശദമായ പരിശോധനയ്ക്കാണ് തീരുമാനം. റിഫ്രഷർ കോഴ്സ് ഇടയ്ക്ക് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. ചുരുക്കത്തിൽ അന്വേഷണം ഗൗരവത്തിൽ തന്നെ നടക്കുമല്ലേ അഷ്കർ അലി? അരുൺ, ഗുഡ് മോർണിംഗ്. ശക്തമായൊരു അന്വേഷണം തന്നെ ഈ ഘട്ടത്തിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇപ്പോൾ SOG ക്യാമ്പിൽ വിനീതിൻ്റെ സഹപ്രവർത്തകരടക്കം പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ചുള്ള നടപടികൾ കൂടി ഉണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവരുള്ളതും. ഇന്നലെ അജിത്ത് കോഴിക്കോട് എത്തി ഇതുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങളും തൻ്റെ ഭാഗവും ഒക്കെ കൃത്യമായി മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് അറിയിച്ചു നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം SOG ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഇന്നലെ ഫോറൻസിക് ഉദ്യോഗസ്ഥർ അവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. പ്രത്യേകിച്ച് അന്വേഷണ സംഘം കൊണ്ടോട്ടി DYSP KC സേതുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അതുപോലെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ ഇതേ ശങ്കർ അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഇന്നലെ ക്യാമ്പിലെത്തിക്കൊണ്ട് നേരിട്ടുള്ള പരിശോധന നടത്തിയത്. ഇതിൽ വിനീത് ആത്മഹത്യ ചെയ്ത ശുചിമുറിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. ശുചിമുറിയിൽ നിന്നും ഈ വെടിയുണ്ട കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീതിൻ്റെ തലയൊട്ടി പുലർത്തി പുറത്തുപോയ വെടിയുണ്ട അതിൻ്റെ ശുചിമുറിയുടെ മേൽക്കൂരയിൽ ചെറിയ പോറലേൽപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വിനീത് ആത്മഹത്യയ്ക്ക് ഉപയോഗിച്ച AK-47 കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ആയുധവും അതുപോലെ തന്നെ വെടിയുണ്ടയും ഇന്നലത്തെ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പ്രധാനമായും ഇന്നലെ തന്നെ SOG കമാൻഡോകളുടെ അഥവാ വിനീതിൻ്റെ സഹപ്രവർത്തകരുടെ മൊഴിയെടുക്കൽ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 9ഓളം സഹപ്രവർത്തകരുടെ റിഫ്രഷർ കോഴ്സിൽ വീണ്ടും നിയോഗിക്കപ്പെട്ട 9ഓളം സഹപ്രവർത്തകരുടെ മൊഴിയാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത്. സമാന്തരമായി തന്നെ ഈ SOGയുടെ DC ഉണ്ട്, ഡെപ്യൂട്ടി കമാൻഡന്റ് ദേവകിദാസ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ 30-ലധികം വരുന്ന SOG കമാൻഡോകളെ വിളിച്ചു ചേർത്ത് അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല വിധത്തിലുള്ള അന്വേഷണങ്ങളും നടപടികളും പുരോഗമിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല അതിനനുബന്ധിച്ചുകൊണ്ടുള്ള തുടർ നടപടികളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ AC അജിത്തിനെ സംരക്ഷിക്കാൻ ഉയർന്ന തലങ്ങളിൽ നിന്നും ഇടപെടലുണ്ട് എന്നുള്ളൊരു ആരോപണം സഹപ്രവർത്തകർ വലിയ തോതിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പല ആരോപണങ്ങൾ ഉണ്ടായിട്ടും പല പരാതികൾ ഉണ്ടായിട്ട് പോലും AC അജിത്തിനെതിരെ നടപടി ഉണ്ടാവാതിരുന്നത് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ കോഴിക്കോട് എത്തി AC അജിത്ത് മൊഴികൾ നൽകിയെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വരാതിരിക്കാൻ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് ശക്തമായ ഇടപെടലുണ്ട് എന്നുള്ളൊരു ആരോപണം ഇത്തരത്തിൽ സഹപ്രവർത്തകർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ മൊഴിയുടെ അടക്കം ചില നിർണായക വിവരങ്ങൾ ഇന്ന് പുറത്തു വരികയും ചെയ്യും. സ്വാഭാവികമായും അത് ഈ ക്യാമ്പിൽ തന്നെ മുമ്പുണ്ടായിരുന്ന പല സംഭവങ്ങൾ, പല ആത്മഹത്യാ ശ്രമങ്ങളും മരണങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പരിധിയിലേക്ക് വരേണ്ടി വരും എന്നുള്ളതാണ് ഈ വിനീതിൻ്റെ തന്നെ സുഹൃത്തുക്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ പല ഇടപെടലുകളും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഈ ക്യാമ്പിൽ ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിൽ ഉദ്യോഗസ്ഥ പീഡനം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ ശരിവെക്കുന്നത്. അതിലിനി എന്തൊക്കെ നടപടികൾ കൂടി ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതും. അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്. അഷ്കർ അലി പറഞ്ഞതുപോലെ അന്വേഷണം ശക്തമായി നടക്കുകയാണെങ്കിൽ അതിൽ പല ആളുകളും മൊഴി കൊടുക്കാൻ തയ്യാറാണ്. എനിക്ക് തന്നെ ഇന്നലെ 3-4 പേര് മെസ്സേജ് അയച്ചിരുന്നു. അവർക്കെല്ലാം പരാതിയുണ്ട്, പക്ഷേ ആ പരാതി പുറത്ത് അവരുടെ ഐഡൻറ്റിറ്റിയിലൂടെ പുറത്തു പറയാൻ അവർ തയ്യാറല്ല. അവരിൽ പലരും പോലീസ് ഉദ്യോഗസ്ഥരാണ്, അവരിൽ പലരും സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ്. ഞങ്ങൾ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തില്ലെങ്കിൽ പല കാര്യങ്ങളും പറയാം. സമാനമായ കാര്യങ്ങളാണ് പറയുന്നത്. ഏതെങ്കിലും ചെറിയ പിഴവുകളുടെ പേരിൽ വലിയ ശിക്ഷ വിധിക്കുക, ഇതേപോലെ ശുചിമുറിയൊക്കെ കഴിയിക്കുക, അതേപോലെ പ്രത്യേകം ഗാർഡ് ഡ്യൂട്ടിക്ക് വേണ്ടി ഒരേ സ്ഥലത്ത് തന്നെ നിർത്തി അവരെ ബുദ്ധിമുട്ടിക്കുക, മാത്രമല്ല എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവരെ അപമാനിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അതൊന്നും ചെയ്യാൻ പാടില്ല. റിഫ്രഷർ കോഴ്സ് ആണെങ്കിലും ശരി, ഇവരൊക്കെ മനുഷ്യരല്ലേ. കമാൻഡോ ട്രെയിനിങ് ഒക്കെ വളരെ കടുത്ത ട്രെയിനിങ് ആയിരിക്കും. അതൊന്നും ഇവർക്ക് പരിശീലിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ആരും പറയുന്നില്ല. അവർ താല്പര്യമെടുത്ത് പോകുന്നവരാണ്. മുബഷീറിനെയൊക്കെ പോലെയുള്ള ആളുകൾ താല്പര്യമെടുത്ത് SOG കമാൻഡോ ഗ്രൂപ്പിൽ ചേരുന്നതാണ്. 10 വർഷം കഴിഞ്ഞ് അവർ ലോക്കൽ പോലീസിലേക്ക് തിരിച്ചു പോകുന്ന ആളുകളുണ്ട്. പക്ഷേ ചില ആളുകളെ നിരന്തരം അവിടെ നിലനിർത്തുന്നു എന്നുകൂടി ഒരു പരാതി ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ ഗൗരവത്തിൽ തന്നെ എടുക്കണം. മാത്രമല്ല ഈ SOG ക്യാമ്പ് കമാൻഡൻ്റായിട്ട് കുറേ
കുറച്ചു കാലം അധികം ഒരാൾക്ക് അവിടെ തുടരാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്നതും ഏറെക്കുറെ ഉറപ്പാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഒരു നല്ല കാര്യമല്ല. അത് SOG ക്യാമ്പിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ശരി, കുഞ്ഞുങ്ങളെ നമ്മൾ ശിക്ഷിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ മാനത്തെ അല്ലെങ്കിൽ അവരുടെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിൽ വർത്താനം പറഞ്ഞും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചും കമ്പയർ ചെയ്തും നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം ഇടിച്ചു കളയരുത്.